ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത്, അതായത് നിങ്ങളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും നിങ്ങളൊരു ഭാഗം ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വണ്ടി ടേൺ എടുക്കുന്ന സമയത്ത്, ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്കൊക്കെ ടേൺ എടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ മറ്റൊരു സെയിം ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമ്മുടെ വണ്ടി വീടിൻ്റെ ഉള്ളിലൊക്കെ പാർക്ക് ചെയ്തിട്ട് പല ആൾക്കാർക്കും റോഡിൻ്റെ വെളിയിലേക്ക് എടുക്കാനായിട്ട്, അതായത് ഗേറ്റൊക്കെ കടന്ന് വെളിയിലേക്ക് എടുക്കാനായിട്ട് അറിയത്തില്ല. കാരണം എടുത്തു വരുന്ന സമയത്ത് എവിടെ വന്ന് വണ്ടി തിരിയണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. ഇപ്പോൾ ലെഫ്റ്റ് എടുക്കുന്ന സമയത്ത് എങ്ങോട്ട് നമ്മുടെ വണ്ടി ചേർന്നിട്ടാണ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയേണ്ടത്. ഇനി റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ വണ്ടി തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഗേറ്റിൻ്റെ വെളിയിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കാം. ഇനി ഇത് തന്നെ സെയിം ആയിട്ടുള്ള ഒരു റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ഒരു റോഡിലുള്ള ഒരു ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ലെഫ്റ്റോ റൈറ്റോ ടേൺ എടുക്കുമ്പോൾ എത്ര ചേരണം, അതോടൊപ്പം തന്നെ എത്രയധികം ഒരു സ്പേസ് ഇട്ടാണ് തിരിയേണ്ടതെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. എന്നാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാൻ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി ഇത്തരത്തിൽ വീടിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന ടൈമിൽ ഗേറ്റിൻ്റെ ഒരു ഭാഗത്തും തട്ടാതെ നമുക്ക് ഏതൊക്കെ സൈഡ് ജഡ്ജ് ചെയ്ത് വണ്ടി എടുക്കാമെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇതൊരു മെയിൻ റോഡാണ്. അപ്പോൾ നമ്മൾ ഈ മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് തിരിഞ്ഞ് കൃത്യമായിട്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് റോഡിൻ്റെ ഇടത് ചേരാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് റോഡിൻ്റെ വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞിട്ട് കൃത്യമായിട്ടും റോഡിൻ്റെ ഇടത്തെ സൈഡിലേക്ക് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ വണ്ടി ഗേറ്റിൻ്റെ വെളിയിലേക്ക് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വലത്തെ സൈഡിലേക്കാണ് തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ വലത്തെ സൈഡിൽ നല്ല രീതിയിലുള്ള ഒരു സ്പേസ് കിട്ടണം. എന്നാലേ നമ്മൾ വണ്ടി തിരിഞ്ഞു പോകുന്ന സമയത്ത് ഇത്തരത്തിൽ സൈഡിൽ ഏതെങ്കിലും മതിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തട്ടാതിരിക്കത്തുള്ളൂ. അപ്പം വലത്തെ സൈഡിൽ സ്പേസ് കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വണ്ടി മാക്സിമം ഇടത്തെ സൈഡിലേക്ക് ചേരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇടത്തെ സൈഡിലേക്ക് ചേരുമ്പോൾ ഇപ്പോൾ ഇടത്തെ സൈഡിൽ കാണുന്ന ഈ ഒരു മതിലില്ലേ, ഈ മതിലിനോട് ഏകദേശം ഒരു 1 അടി 1.5 അടിയൊക്കെ സ്പേസ് ഇട്ട് മാക്സിമം ചേരുക. അങ്ങനെ ചേർന്ന് നിന്നതിന് ശേഷം നിങ്ങൾ തിരിയേണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ റൈറ്റ് സൈഡിലെ മിററല്ലേ, ഈ റൈറ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് നിങ്ങളുടെ സൈഡിൽ കാണുന്ന ഈ ഒരു മതിലിനോട് ഏകദേശം ഒരു ലെവലിൽ വരുമ്പോൾ നമ്മൾ വണ്ടി ചവിട്ടി നിർത്തുക. ചവിട്ടി നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, ഇവിടെ നല്ല രീതിയിലുള്ള സ്പേസ് ഓൾറെഡി നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേരുന്നതുകൊണ്ട് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് റോഡിലേക്ക് തിരിഞ്ഞിറങ്ങാനായിട്ട് കഴിയുന്നതാണ്. ഞാനത് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണ് നിങ്ങളുടെ വണ്ടി തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് എവിടെയാണ് കൂടുതലായിട്ടുള്ള സ്പേസ് വേണ്ടത്, ലെഫ്റ്റ് സൈഡിലെ ആണ് സ്പേസ് വേണ്ടത്. കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സ്പേസ് ഇല്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ തിരിയുന്ന സമയത്ത് സൈഡിലുള്ള മതിലിൽ തട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇത്തരത്തിൽ റോഡിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ടൈമിൽ റൈറ്റ് സൈഡിലുള്ള മതിലിനോട് ചേർന്ന് ആ ഒരു ഭാഗത്തേക്ക് ചേർത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം ഒരു 1 അടി 1.5 അടിയൊക്കെ സ്പേസ് ഇട്ട് നമ്മൾ ഇങ്ങോട്ട് ചേർത്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ വണ്ടി ചവിട്ടി നിർത്തേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ മിററിനോട് ചേർന്ന് നമ്മുടെ ഈ ഒരു മതിലിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കാണുമ്പോൾ നമ്മുടെ വണ്ടി ചവിട്ടി നിർത്താൻ കഴിയും. അതിനുശേഷം നമ്മൾ തിരിച്ചെടുത്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, റൈറ്റ് സൈഡിലേക്ക് ചേരുന്നത് കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ സ്പേസ് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മിറർ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എപ്പോഴും ഈ ഒരു ഗേറ്റും കഴിഞ്ഞത് ഇത്തരത്തിൽ കുറച്ച് ഭാഗം റോഡിലേക്ക് ഇറങ്ങിയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മിറർ ജഡ്ജ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പം വണ്ടി നമ്മൾ ഇവിടുന്ന് തിരിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു സൈഡിലും തട്ടാതെ തന്നെ നമുക്ക് വണ്ടി വെളിയിലേക്ക് ഇറക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഞാൻ ഇവിടെ ഒരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. ഇടത്തോട്ട് വണ്ടി തിരിയുന്നതാണ് കാണിച്ചു തരുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വലത്തോട്ടുള്ള തിരിവ് എടുക്കാൻ കഴിയും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്.
വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, കൃത്യമായിട്ട് നമ്മളിത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, എനിക്ക് ഇടത്തെ സൈഡിലേക്കാണ് വണ്ടി തിരിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വണ്ടിയായിട്ട് ഇതേ വലത്തെ സൈഡിലേക്ക് വന്നു. ഏകദേശം ഈ ഒരു വലത്തെ സൈഡിലുള്ള മതിലിനോട് ചേർന്ന് നിങ്ങൾ നോക്കുക, ആ ഒരു മിററൊക്കെ ഏകദേശം ആ മതിലിനോട് അടുത്താണ് ഇപ്പം നിൽക്കുന്നത്. ഇനി നിങ്ങൾ ഇടത്തെ സൈഡിലേക്ക് നോക്കി, ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഇപ്പോൾ ഇവിടെയുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് തിരിഞ്ഞിറങ്ങുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഇടത്തെ സൈഡിലുള്ള മതിലിൽ തട്ടത്തില്ല. ഒപ്പം തന്നെ എവിടെ വെച്ച് തിരിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മിറർ ഏകദേശം ഒരു മതിലിനോട് ചേർന്ന് വരുന്ന സമയത്ത് നമുക്ക് വണ്ടി ചവിട്ടി നിർത്താം, അതിനുശേഷം ഓടിച്ചു തുടങ്ങാം. ഇനി ഓടിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ആദ്യം നിങ്ങളൊരു റൗണ്ട് തിരിച്ചു കൊടുക്കുക. അതായത് സ്റ്റിയറിംഗ് ഇപ്പോൾ നേരെയാണ്, ടയർ നേരെയാണ്. ഇവിടുന്ന് നമ്മൾ ഈ ഒരു എംബ്ലം നോക്കിയിട്ട് ഒരു റൗണ്ട് തിരിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വണ്ടിയെ മെല്ലെ മുന്നോട്ട് ഇങ്ങനെ മൂവ് ആക്കുക. ഇങ്ങനെ മൂവ് ആക്കി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലെ മതിലൊന്നും തട്ടുന്നില്ല. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഓക്കെ, ആ വണ്ടി പോകുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് വീണ്ടും നമ്മുടെ വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, മെല്ലെ വണ്ടി മുന്നോട്ട് എടുക്കുന്നു. ഇതേ ഇങ്ങനെ തിരിഞ്ഞ് വരികയാണ്. ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ഇതേ ഇത്തരത്തിലുള്ള വണ്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഞാൻ ഒരു റൗണ്ട് തിരിയാനായിട്ട് പറയുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ ചേരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു റൗണ്ടും കൂടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ലോക്കാകും. അതിനുശേഷം ഇങ്ങനെ ഇത് മാക്സിമം നമുക്ക് ഇങ്ങനെ തിരിഞ്ഞ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ സ്റ്റിയറിംഗ് ഇതേ റൗണ്ട് തിരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഒരു റൗണ്ടും കൂടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതേ ഇത്തരത്തിൽ വണ്ടി നേരെയാക്കി തിരിയാനായിട്ട് കഴിയുന്നതാണ്. നോക്കുക, നിങ്ങൾ നോക്കുക, ഇങ്ങനെ തിരിഞ്ഞ് ഇതേ നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇടത്തെ സൈഡിലേക്കുള്ള ഒരു തിരിവ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ വലത്തെ സൈഡിലേക്ക് തിരിയുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഞാൻ വലത്തെ സൈഡിലേക്കുള്ള ഒരു റോഡിലേക്ക് നമ്മൾ വണ്ടി തിരിയുമ്പോൾ എങ്ങനെ ജഡ്ജ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് തന്നെ നിങ്ങൾ ഇടത്തെ സൈഡിലേക്ക് റോഡിലേക്ക് തിരിയുമ്പോൾ ഇത് തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ഇതേ തീർത്തും ഇടുങ്ങിയ ഒരു റോഡ് ഇവിടെ കാണാം. വലത്തെ സൈഡിൽ ഒരു ടാറിട്ട റോഡല്ല, സോളിംഗ് ആയിട്ടുള്ള ഒരു റോഡാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ ഇതേ ഇത്തരത്തിൽ വരിക. ഓക്കെ, ഇനി നമുക്ക് വലത്തെ സൈഡിലേക്കുള്ള ഈ ഒരു റോഡിലേക്ക് തിരിയണം. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇടുങ്ങിയ സ്പേസാണ്, ഒരു വണ്ടിക്ക് കഷ്ടി കയറി പോകാനായിട്ടുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് നമ്മുടെ വണ്ടിയായിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് വരുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് 1-2 വണ്ടികൾ വരുന്നുണ്ട്. ആ വണ്ടികളൊന്ന് പോട്ടെ, ഞാനിത് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇനി നമുക്ക് ഇവിടുന്ന് തിരിയണം. ഇവിടുന്ന് തിരിയാൻ നേരത്ത് നമ്മൾ ഫസ്റ്റ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. ഇനി തിരിയുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് കാണാമല്ലോ. അപ്പോൾ ആ റോഡിൻ്റെ എൻഡും അതോടൊപ്പം തന്നെ ഈ ഒരു മിററും ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു ലൈനിൽ വരുന്ന ടൈമിൽ നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു മിററും ആ റോഡിൻ്റെ എൻഡും ഏകദേശം ഒരേ ഒരു ലൈനിലാണ് വന്നേക്കുന്നത്. ഈ ഒരു ലൈനിൽ വരുമ്പോൾ നമ്മൾ വണ്ടി ചവിട്ടി നിർത്തുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് നമ്മൾ വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ഇതേ വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. മാക്സിമം നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ചേർന്നേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇതേ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയച്ച് നമ്മളിതേ ഈ വലത്തെ സൈഡിലേക്കുള്ള റോഡിലേക്ക് ഇങ്ങനെ കയറുകയാണ്. ഇങ്ങനെ കയറുമ്പോൾ ഈസി ആയിട്ട് നമുക്കിതേ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടും. നമ്മുടെ വണ്ടി മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കയറി വരുന്നു. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് വെച്ച് മനസ്സിലാക്കാം ഇനി എവിടെ വന്ന് സ്റ്റിയറിംഗ് തിരിക്കാമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെ കയറി വരുന്നു. ഇനി എനിക്ക് ഇത് ടയർ നേരെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലേ ഈ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തുള്ളൂ. ഓക്കെ, അത് എനിക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിത് വെളിയിലേക്ക് ഇത്തരത്തിൽ തല വെളിയിലിട്ടിട്ട് ആ മിറർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളൊരു ബിഗിനേഴ്സ് തുടക്കത്തിൽ അത് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ വണ്ടിയുടെ ടയർ പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ഒടിഞ്ഞാണ് കിടക്കുന്നത്. ഇവിടുന്ന് ഞാനിത് ഒരു റൗണ്ട് തിരിക്കുന്നു. ഈ ഒരു എംബ്ലം നോക്കിയിട്ട് ഇവിടുന്ന് ഒരു റൗണ്ട് തിരിക്കുന്നു. അതിനുശേഷം വീണ്ടും ഞാനിത് ഒരു റൗണ്ട് തിരിച്ചു. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ നേരെയായിട്ടുണ്ട്. ഒരു 1.5 റൗണ്ട് തിരിച്ചപ്പോൾ വണ്ടിയുടെ ടയർ നേരെയായിട്ടുണ്ട്. അതിനുശേഷം മാക്സിമം ഇത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാനിങ്ങനെ ചേരുന്നു. അതിനുശേഷം വീണ്ടും എനിക്ക് കുറച്ചും കൂടെ ടയർ വലത്തെ സൈഡിലേക്ക് വരണം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് ഞാനിത് ഇങ്ങനെ വണ്ടി ഈ ഒരു റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇടുങ്ങിയ റോഡിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഒരു ടൈമിൽ ഇതേ ടയർ കുറച്ച് ഈ ഒരു സൈഡിലേക്ക് ചേർന്നാണ് നിൽക്കുന്നത്. വീണ്ടും ഞാനിത് സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കി കൊടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ റോഡിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു വണ്ടി
വലത്തെ സൈഡിലേക്കുള്ള എത്ര ഇടുങ്ങിയ റോഡിലേക്കും ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മിറർ നോക്കിക്കൊണ്ട് തന്നെ തിരിയാനായിട്ട് കഴിയും. ഇത് തന്നെ നിങ്ങൾ ഇടത്തെ സൈഡിലേക്ക് തിരിയുമ്പോൾ എന്ത് ചെയ്യണം, ഇടത്തെ സൈഡിലെ മിററെ ജസ്റ്റ് ഒന്ന് നോക്കുക, തിരിഞ്ഞ് കയറാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. വീടിൻ്റെ വെളിയിലേക്ക് ഗേറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്ന സാഹചര്യങ്ങളിലും ഈ ഒരു ട്രിക്ക് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.